Good afternoon, sir. Good afternoon, sir. Yes, Maya. Good afternoon, sir. Good afternoon, sir. Ashwati, Akhila, good afternoon. Good afternoon, sir. Nirmal Narayanan, good afternoon. Good afternoon, sir. Yes, Sri Jyoti, Good afternoon, sir. Vaishnavi, good afternoon. Good afternoon, sir. Okay, Good afternoon, sir. okay, Anchana VP, Good afternoon, sir. Priya, good afternoon. Good afternoon, sir. Good afternoon, sir. Jessica, good afternoon. Good afternoon, sir. Yes, Abhida, good afternoon. Sir. Good afternoon, sir. Okay, Deepthi, Shahana, good afternoon. Okay, let's start. ആരാണെന്ന് prayer? സർ ഞാനാണ് ശിശിര. Yes, Shishira. സർ ഹിന്ദി പ്രയർ ആണെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഏതായാലും കുഴപ്പമില്ലേ? Don't worry. दया कर दान विद्या का हमें परमात्मा देना, दया करना हमारी आत्मा में शुद्धता देना, हमारे ध्यान में आओ प्रभु आंखों में बस जाओ, अंधेरे दिल में आकर तू परम ज्योति जगा देना, बहा दो प्रेम की गंगा दिलों में प्रेम का सागर, हमें आपस में मिलजुल के प्रभु रहना सिखा देना, हमारा धर्म हो सेवा हमारा कर्म हो सेवा, सदा ईमान हो सेवा व सेवक जन बना देना, वतन के वास्ते जीना वतन के वास्ते मरना, वतन पर जा फिदा करना प्रभु हमको सिखा देना, दया कर दान विद्या का हमें परमात्मा देना, दया करना हमारी आत्मा में शुद्धता देना. Thank you, sir. Yes, very good, very good. ഞങ്ങൾ അതുകൊണ്ടാണ് താങ്ക്സ് പറയുന്നത്. അപ്പോ ശിശിര എങ്ങനെയാണ് ഹിന്ദിയൊക്കെ പഠിച്ചത്? ഞാൻ born and brought up in Bangalore, sir. Yes, അത് പറ. born and brought up in Bangalore. അതുകൊണ്ടാണ് പാലക്കാട് എനിക്ക് ഇത്രയും കറക്റ്റ് അറിയാൻ പറ്റിയത് അല്ലേ? Yes, yes, very good, very good, very good. Yes, നല്ല പോയിന്റ് ആയിരുന്നു. Yes, very good, very good. Thank you, sir. Signing on ഉണ്ടോ? Vaishnavi. Yes, Vaishnavi, you start. Good afternoon, everyone. Welcome to today's class. I am very happy to welcome all you. I hope you have a wonderful and productive day. Let us learn new things and enjoy our class together. Thank you. Very good, very good, very good. Okay, Vaishnavi, very good. Thanks. Then, thought of the day. Prasubedana. Prasubedana. Okay. Happiness is not something ready-made. It comes from your own action, says Dalai Lama. Yes. So Very good. don't get happiness from outside. Don't expect others to give you the happiness. It's inside you. You should create it. So that's the thought for the day. Thank you. Okay, Prasuba. Correct ആണ് പ്രസുബ പറഞ്ഞത്. ദലൈലാമയുടെ വാക്കുകളാണെങ്കിലും നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. എവിടെയാണോ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് അവിടെ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിന് സന്തോഷം കണ്ടെത്തും. എല്ലാവരും യെസ് ഓക്കെ. അത് ഞാൻ ഒരു തമാശക്ക് പറഞ്ഞതാണ്. നിങ്ങൾ അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില ചില പാഷൻസ് ഉണ്ടാവില്ലേ, നിങ്ങൾ അതിന്റെ പുറകെ പോകണം. അതിന്റെ പുറകെ നിങ്ങൾ അങ്ങനെ പോയി കഴിയുമ്പോൾ പേര് അത് കൊണ്ടുപോകുന്നതിനും പ്രശസ്തി അത് കൊണ്ടുപോകുന്നതിനും പണം അത് കൊണ്ടുപോകുന്നതിനും അതെല്ലാം അതിന്റെ പുറത്ത് നമ്മൾ ഈ പണത്തിന്റെയും പേരിലെ പ്രശസ്തിയെ പുറകെ പോകേണ്ട, നമ്മുടെ പാഷന്റെ പുറകെ പോയാണ് ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പുറകില് നമ്മൾ തേടി വരും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കാൻ പുറകിലുണ്ടാവും. യെസ്,
റിസൾട്ട് വിൽ ബി ദ ഓക്കെ വൈഷ്ണവി അതിന്റെ പുറകിൽ അങ്ങനെ പോയിക്കോ. യെസ്, തീർച്ചയായിട്ടും കുറെ കാര്യം ചിന്ത ചെയ്യുമ്പോഴേ എന്താ പറയാ, ഞാൻ വിശ്വസിക്കുന്നത് ഇറ്റ് ഈസ് മൈ ബിലീഫ് ആൻഡ് വാട്ട് ഐ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് വിൽ ബി ദ, അതിന്റെ റിസൾട്ട് ഇപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ അരികത്ത് വന്നിരിക്കും. യെസ്, നിങ്ങൾക്കായി വിധിക്കപ്പെട്ട സംഗതി നിങ്ങളുടെ അരികത്ത് തന്നെ വരും. നിങ്ങൾക്കായി വിധിക്കപ്പെട്ടതല്ലായെങ്കിൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതെ പറയില്ലേ, അങ്ങനെയല്ലേ ശാഖാര പറഞ്ഞേക്കണേ? യെസ്, അങ്ങനെ നമ്മൾ പറയാറില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പോ 10/6/2026 1:37 1:37 എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നേരത്തെ നിങ്ങളുടെ ജീവിതത്തില്, എന്റെയും ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നേരത്തെ രേഖപ്പെടുത്തി വെച്ചതാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത് വിചാരിക്കും. സപ്പോസ് അപ്പൊ അറിയാമായിരുന്നു 10/6/2026 നിങ്ങൾ 49 പേരും ആ ജോബ് സാറും കൂടെ ഒരുമിച്ച് ഒരു മോണിറ്ററിന്റെ സമീപത്തിൽ നിന്ന് സംസാരിക്കും എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ രേഖപ്പെടുത്തി വെക്കുന്ന വിധി എന്ന് പറയില്ലേ, ഫേറ്റ്. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്തുന്ന പ്രസുഭ പറഞ്ഞത് യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഏത് പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞാലും, ബൈബിൾ നോക്കിയാലും, വേറെ ഭഗവത്ഗീതയോ മഹാഭാരതമോ നോക്കിക്കഴിഞ്ഞാലും എപ്പോഴും ദൈവം, ഈശ്വരൻ മനുഷ്യനെ പരീക്ഷിക്കുന്നുണ്ട്. അവനത് ചെയ്യില്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ദൈവം പരീക്ഷിക്കുന്നു, അല്ലേ? റൈഫ അബ്രഹാമിനെ പരീക്ഷിച്ചില്ലേ? യെസ് എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും പരീക്ഷിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഇന്നതേ ചെയ്യുള്ളൂ എന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെങ്കിൽ പിന്നെ പരീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? യെസ്, നമ്മൾ ഇന്നതേ ചെയ്യുള്ളൂ എന്ന് അറിയാമെങ്കിൽ പിന്നെ പരീക്ഷിക്കേണ്ട കാര്യമുണ്ട്. എന്ത് പറയുന്നു ശിശിര? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? സർ, പരീക്ഷണം എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മളെപ്പോലെ തിരി പാവങ്ങളായിട്ടുള്ളവർ കുറച്ചുകൂടി കൂടുതൽ പരീക്ഷിക്കണം എന്ന് മൂപ്പർക്ക് തിരി ഒരു ഇതുണ്ടല്ലോ, സാഡിസം ഉണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. കുറച്ച് പുള്ളിക്ക് ഇതിരി നെഗറ്റീവ് അപ്രോച്ചാണ് കൂടുതൽ, അല്ലേ? കുറച്ച് പാവങ്ങളെ തിരി പരീക്ഷണം കൂടുതലാണ് ദൈവത്തിന്. നമുക്ക് പരിഗണിക്കാം. അപ്പൊ പരീക്ഷിക്കപ്പെടുന്ന രീതിയാണ് ദീപ്തി അഭിപ്രായം. ഇങ്ങനെ പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? അത് നമ്മൾ അറിയാലോ പുള്ളിക്ക്, നമ്മളതാ ചെയ്യുള്ളൂ. നമുക്ക് എല്ലാതും സിമ്പിൾ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വില മനസ്സിലാവില്ല. അപ്പൊ ഇത്തിരി പരീക്ഷിച്ചിട്ട് നമ്മളത് നേടിയെടുക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു കുറച്ചുകൂടി ഗഹനമായ ചിന്തയാണ് പറഞ്ഞത്, അല്ലേ? യെസ്, വെരി ഗുഡ്. ഞാൻ ആർക്കെങ്കിലും അഭിപ്രായം പറയട്ടെ. ഞാനിപ്പോ നേരിട്ട് കണ്ട പേര് പറഞ്ഞത് മാത്രമുള്ളൂ. അബിത എന്ന് തോന്നുന്നു. അബിത അഭിപ്രായം എന്താണ്? അബിത മൈക്കോണാക്കിയിട്ടില്ല. കുഴപ്പമില്ല. അത് വരട്ടെ, വരുമ്പോ അത് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. നോ പ്രോബ്ലം. യെസ്, വൈഷ്ണവിയുടെ അഭിപ്രായം എന്താണ്? എന്റെ പരീക്ഷിച്ചാലേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ സാറേ. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പരീക്ഷിക്കുമ്പോഴേ നമ്മൾ ഇന്നതേ ചെയ്യുള്ളത് പുള്ളിക്ക് അറിയാലോ റിസൾട്ട്. പിന്നെ പരീക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇവര് പറഞ്ഞ പോലെ തന്നെ എന്റെ അഭിപ്രായം. ഓക്കെ. ഞാൻ ഈ ചോദ്യം ഒരുപാട് പ്രാവശ്യം പല കാര്യങ്ങൾ കൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ളതും സംഗതിയാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ ഒരിക്കലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇടപെട്ടിട്ടില്ല. ദൈവം ഇടപെട്ടതായിട്ട്
നമ്മൾ എങ്ങും കടന്നില്ല. അത് അവന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈശ്വരനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പേടി കൊണ്ടാവരുത്, മറിച്ച് കൊണ്ടാവും. അമിത പറയും, അതിന്റെ അഭിപ്രായം പറയും. സാർ നമ്മൾക്ക് വീണ്ടും വീണ്ടും വിളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക്. അതെ, വീണ്ടും വീണ്ടും ദൈവമെന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പരീക്ഷിക്കുന്നത് അല്ലേ? വീണ്ടും വീണ്ടും അല്ലെങ്കിൽ നമ്മൾ ദൈവം അതുകൊണ്ട് അയാളൊക്കെ നമ്മൾ ദൈവത്തെ മറന്നുപോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പരീക്ഷ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇടപെട്ടതായിട്ട് നമ്മൾ ഒരിക്കലും കാണുന്നില്ല. അപ്പോ ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ പ്രസുഖ പറഞ്ഞ സംഗതിയാണ്. We should find out happiness using that freedom. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടെത്തുക? നമ്മുടെ സ്വാതന്ത്ര്യം കണ്ടെത്തുക, സന്തോഷം കണ്ടെത്തുക. ഓക്കെ, അതിന് റെഡിയാവും ഭാവിയില്. അതൊക്കെ റെഡിയാവും. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ ഒരു കാര്യം, എന്റെ മോൾക്ക് വയ്യാണ്ട് സ്കൂളിൽ നിന്ന് കോള് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാൽ മതി, രസകരമായ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു കുട്ടി പറയാം, സാറേ വീട്ടിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഗസ്റ്റ് വരും, ഞാൻ കിച്ചണിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാനത് എന്റെ സിങ്കിന്റെ അരികത്തേക്ക് വെച്ചേക്കല് കേൾക്കുന്നുണ്ട്. ഞാനൊന്നും പറയൂരണ്ടത് ഇന്ന് ഒന്നും ചോദിക്കണ്ട, ഞാൻ കേൾക്കുന്നുണ്ട് ബിരിയാണിയുടെ. ഓക്കെ, ബിരിയാണിയുടെ പരിപാടി നടക്കട്ടെ, ഗസ്റ്റ് വരുമ്പോൾ തയ്യാറാക്കാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ലല്ലോ, വലിയ കുട്ടികളല്ലേ. അപ്പൊ എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലാവും. ഡോണ്ട് വറി. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ് യു. എനിക്ക് നിങ്ങളെ അറിയുന്നു, നിങ്ങൾ എന്നെ അറിയുന്നു. അതൊന്നും കുഴപ്പമില്ല. ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ലേ, ആ ടെൻഷനൊക്കെ നിങ്ങൾ അങ്ങോട്ട് കളഞ്ഞിട്ട് ഫ്രീ ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ് നമുക്ക് അറിയാം. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്രാമർ മാത്രം പഠിക്കുക എന്നുള്ളതല്ല. നമുക്ക് കുട്ടികളുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് സംസാരിക്കണ്ടേ, പറയണ്ടേ. അപ്പൊ അതിനെന്ത് വേണം? കുറച്ച് ധൈര്യം വേണ്ടേ? യെസ്, 1 മണിക്കൂർ നമ്മൾ ക്ലാസ് വെക്കണമെങ്കിൽ 2 മണിക്കൂർ പഠിപ്പിക്കാനുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നല്ല അധ്യാപകൻ, നല്ല ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കണം. എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാമോ? കുട്ടികളുടെ മുന്നിൽ നമ്മൾ റിജക്ട് ചെയ്യപ്പെടും. യെസ്, ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമുക്ക് എല്ലാം അറിയാമെന്ന് ചിന്തിക്കരുത്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് അപ്ഡേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളവിടെ തയ്യാറാണ്. അപ്പൊ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകും. യെസ്, പിന്നെ അവരോട് നമ്മൾ പറയുന്ന വാക്കുകൾ, യെസ്, അത് എപ്പോഴും ശ്രദ്ധിക്കണം. കുട്ടികളോട് ഇടപെടുമ്പോഴേ നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടികളല്ലേ, അപ്പൊ അവരെക്കാൾ എത്രയോ ഓണം നമ്മൾ കൂടുതൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ പറയും, നീ അങ്ങനെ കേട്ടാൽ മതി. അങ്ങനെ ചിന്തിക്കരുത്. കുട്ടികളോട് കാണിക്കുന്ന സമീപനം എപ്പോഴും നമ്മൾ വളരെ ഒരു ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു പേഷ്യന്റ് എത്രമാത്രം ജാഗ്രതയാണോ കാണിക്കുന്നത് അതേപോലെ ആയിരിക്കണം ആ സംഭവം. ഇതിനോട് കണക്ട് ചെയ്യാവുന്ന ഒരു സംഭവം ഞാൻ പറയും. യെസ്, നമുക്ക് ഓരോരുത്തരും പരിചയപ്പെടേണ്ട. യെസ്, അപ്പോ ആ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം പറയാം. ഇത് ഒരു പത്രപ്രവർത്തകന്റെ വാക്കുകളെ കടമെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറച്ചു നാളിന് മുമ്പ് ഫ്രാൻസില് മ്യൂസിയം ഓഫ് വേർഡ്സ് എന്ന് പറയുന്ന ഒരു സംഘടന ഒരു ചെറുകഥാ മത്സരം നടത്തിയത്. ചെറുകഥാ മത്സരം. അപ്പോ ആ ചെറുകഥാ മത്സരത്തിൽ ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ആ ചെറുകഥാ മത്സരത്തിൽ പങ്കെടുക്കാൻ വിജയിക്കും. അതിന്റെ 1ാം സമ്മാനം എന്ന് പറയുന്നത് നിയർലി 25 lakhs. ഇന്ത്യൻ കറൻസിലോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയാണ് 1ാം സമ്മാനമായിട്ട് വരുന്ന സ്ഥിതിക്ക്. അപ്പൊ അത് കൂടി പങ്കെടുക്കാം. അങ്ങനെ അത് ചിലപ്പോൾ ഈ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. യെസ്, വായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കും. യെസ്, അപ്പോ ഈ കഥ ആർക്കൊടികൾ പങ്കെടുക്കാം.
ഒന്നാം സമ്മാനം 25 ലക്ഷം ഇന്ത്യക്ക് അറസ്റ്റ് ഫ്രാൻസിലാണ് സംഭവം. അപ്പൊ അങ്ങനെ പക്ഷെ ഈ ചെറുകഥാ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. ചെറുകഥ 10 വാചകങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. 10 സെന്റൻസ്, 10 സെന്റൻസ്. 10 സെന്റൻസ് കഴിയുമ്പോൾ കഥ അവസാനിക്കുകയും അതിന് വ്യക്തവും കൃത്യവുമായ ആശയം ഉണ്ടാവുകയും വേണം. 10 സെന്റൻസ്. അപ്പൊ 10 സെന്റൻസ് എന്ന് പറയുമ്പോൾ ഓരോ സെന്റൻസിനും 2.5 ലക്ഷം രൂപ വിലയും. യെസ്, അതാണ് അത് പ്രത്യേകത. അപ്പൊ അങ്ങനെ ആ ചെറുകഥാ മത്സരത്തിൽ പങ്കെടുത്ത ഒരാള്, അദ്ദേഹം അർബാൻഡോ മാക്കി എന്നാണ്. ഞാൻ പേര് എനിക്ക് വ്യത്യാസം ഉണ്ടാവും, ഞാൻ ഓർമ്മയിൽ നിർത്താൻ പറയണത്. ഇപ്പോ അത് പറയാൻ വേണ്ടി വന്നതല്ല, യാദൃച്ഛ്യമായിട്ട് വന്നതുകൊണ്ടാണ് എന്നാണ് അയാളുടെ പേര് തന്നെ ഓർമ്മ. അദ്ദേഹം അർജന്റീനക്കാരനാണ്. ആ അർജന്റീനക്കാരനായിട്ടുള്ള അദ്ദേഹത്തിനാണ് 1ാം സമ്മാനം കിട്ടിയത്. പിന്നീട് ഈ കഥ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. യെസ്, അപ്പൊ അങ്ങനെ ആ പത്രപ്രവർത്തകനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വാരാന്ത്യ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു പക്ഷെ നിന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കഥ നിങ്ങൾക്ക് പരിചയമുണ്ട്. യെസ്, ഇപ്പൊ 10 സെന്റൻസിലാണ് കഥ അവസാനിക്കുന്നത്. യെസ്, അപ്പൊ ഞാൻ 10 വാചകം പറയാം. പതിവ് പോലെ അദ്ദേഹം ഒരു ബസ് സ്റ്റോപ്പിൽ വരികയും ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി പോവുകയും ചെയ്യും. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന വിരസമായ വേളയിൽ അദ്ദേഹം ചുറ്റുപാട് നോക്കിയപ്പോൾ പിന്നില് ഒരു 15 നില കെട്ടിടവും ആ 15 നില കെട്ടിടത്തിന്റെ 8ാമത്തെ നിലയിൽ നിൽക്കുന്ന ഒരു ചെറിയ കുട്ടിയെയും 2-2.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെയും കണ്ടു. 1ാമത്തെ വാചകം. അവിടെ നിന്നിരുന്ന ആ കുട്ടി ആ യാത്രക്കാരനെ നോക്കി ചിരിച്ചു. ഒരു ചെറിയ കുട്ടി ചിരിച്ചപ്പോ ആ യാത്രക്കാരനും ആ കുട്ടിയെ നോക്കി ചിരിച്ചു. 2. ഉടൻ തന്നെ ഈ കഥയുടെ പേര് സ്നിപ്പർ എന്നാണ്, വെടിക്കാരൻ എന്നാണ് കഥയുടെ പേര്. സ്നിപ്പർ, അതിനൊക്കെ വിട്ടുപോയി. സ്നിപ്പേഴ്സ്. അപ്പോ അവിടെ നിന്നിരുന്ന ആ കുട്ടി തന്റെ കൈകള് ഒരു തോക്ക് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ആ യാത്രക്കാരന്റെ നേരെ നോക്കി ഒന്ന് വെടിയുയർന്നിട്ട് അയാൾ കണ്ടു. തോക്ക് പോലെ പിടിച്ചിട്ട്. 3ാമത്തെ സെന്റൻസ്. ഒരു ചെറിയ കുട്ടി 8ാം നിലയുടെ മുകളിലെ സിറ്റ് ഔട്ടിൽ നിന്നുകൊണ്ട് വെടി ഉയർത്തുന്നത് കാണിച്ചു കഴിഞ്ഞപ്പോ താഴെ നിന്ന് യാത്രക്കാരൻ ആ വെടി തന്റെ നെഞ്ചിൽ കൊണ്ടതായിട്ട് ഭാവിച്ചിട്ട് നെഞ്ചത്ത് കൈവച്ച് ഒരു ആക്ഷൻ കാണിച്ചു. 4ാമത്തെ വാചകം. ആ ആക്ഷൻ കണ്ട് കുട്ടി ആർത്ത് ചിരിച്ചു. 5ാമത്തെ വാചകം. അന്ന് പതിവിലും താമസിച്ചാണ് ആ യാത്രക്കാരൻ എഴുന്നേറ്റത്. അദ്ദേഹം അന്ന് വളരെ വളരെ അസ്വസ്ഥനായിരുന്നു. ഞാൻ പറയുന്നതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ഞാനത് ഓർമ്മ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പതിവിൽ താമസിച്ചാണ് അദ്ദേഹം എഴുന്നേറ്റത്. അന്ന് പതിവ് പോലെ തന്നെ ബസ് കിട്ടുമോ എന്നുള്ള അസ്വസ്ഥതയോടുകൂടിയാണ് അദ്ദേഹം ബസ് സ്റ്റോപ്പിലേക്ക് വന്നത്. 6ാമത്തെ വാചകം. ആ ബസ് സ്റ്റോപ്പിൽ വന്നു നിന്ന് അസ്വസ്ഥമായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ചുറ്റുപാട് നോക്കി. അപ്പോൾ എന്നും കാണാറുള്ള ആ കുട്ടി ആ 8ാം നിലയിലെ പോർച്ചില് വന്നു നിൽപ്പുണ്ടായിരുന്നു. 7ാമത്തെ വാചകം. ഇന്ന് മാത്രം യാത്രക്കാരൻ തന്റെ കൈകൾ ഒരു തോക്ക് പോലെ പിടിച്ചിട്ട് ആ കുട്ടിയുടെ നേരെ നോക്കി ഠോ എന്ന് ഒന്ന് കാണിച്ചു. 8ാമത്തെ വാചകം. മുകളിൽ നിന്ന് കുട്ടി താഴെ വീണു. താഴെ വീണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കുട്ടിയുടെ അരികത്തേക്ക് ഈ യാത്രക്കാരൻ ഓടിച്ചെന്നിട്ട് ചോദിച്ചു, അല്ലയോ മോളെ, എന്നും നീ നിന്റെ കൈകൾ ഒരു തോക്ക് പോലെ പിടിച്ചിട്ട് എന്നെ വെടിവെക്കാറുണ്ടായിരുന്നില്ലേ? അത് തന്നെയല്ലേ ഞാൻ കാണിച്ചുള്ളൂ, നീ എന്താ താഴെ വീണത്? 9ാമത്തെ വാചകം. വിറയ്ക്കുന്ന ശബ്ദത്തോട് ചേർന്നുകൊണ്ട് മരണത്തോടടുത്ത് നിൽക്കുന്ന കുട്ടി വളരെ പതിയ ശബ്ദത്തിൽ പറഞ്ഞു, അങ്കിൾ, ഞാൻ അങ്കിളിനെ വെടിവെക്കാറുള്ളത് തമാശക്കല്ലേ, അങ്കിൾ എന്തിനാണ് എന്നെ ശരിക്കും വെടിവെച്ചത്? 10ാമത്തെ വാചകം. കഥ അവസാനിച്ചു. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ചെറിയ കുട്ടികളോട് അവരോട് പറയുന്ന വാക്കുകളല്ല, ഈവൻ അവരോട് കാണിക്കുന്ന ഒരു ഐക്യത്തിന് പോലും ഉണ്ടാകുന്ന പ്രത്യാഘാതത്തിന്റെ അളവാണ് കാണിച്ചു വെച്ചത്.
കഥ കേട്ടപ്പോ എന്ത് തോന്നി? 25 ലക്ഷം കൊടുക്കല്ലേ? യെസ്, 25 കൊടുക്കാം. ഞാൻ 25 കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല. ഒരുപാട് തലങ്ങളിലേക്കാണ് ഈ കഥ പോകുന്നത്. നമ്മൾ അങ്ങനെയാണ്, ചെറിയ കാര്യമായിരിക്കാം ഏറ്റവും ചുരുക്കം വാക്കിൽ പറയുമ്പോഴാണ് അതിൻ്റെ അകത്ത് പറയാൻ പറ്റില്ല. ഏറ്റവും മുന്നിൽ ഇരിക്കുന്നവരിൽ ഉണ്ടാവും എന്ത് പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരൊക്കെ അല്ലേ? നമ്മുടെ ശരണ്യെ പോലെയുള്ള എഴുത്തുകാരൊക്കെ ഉണ്ടാവും. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടേതായ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അതൊക്കെ പറയാട്ടോ. യെസ്, ഇറ്റ് ഈസ് എ ഓപ്പൺ പ്ലാറ്റ്ഫോം. ഇതെന്താണ്? ഓപ്പൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം. ഓക്കെ, യെസ്. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മള് പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി ആരംഭിക്കുകയാണ്. ഓക്കെ, ശരണ്യ ഉണ്ടായിരുന്നല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഇന്ന് ആരാണ് ആദ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക. നമ്മള് ആതിര പറഞ്ഞു, ശ്രുതി പറഞ്ഞു, വിജയം പറഞ്ഞു, ശ്രീലജ പറഞ്ഞു, ശ്രീവിദ്യ പാർവതി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കണ്ടിന്യൂ. Okay, I am Nasreen. Yes, പറഞ്ഞോളൂ. I am from Patambi. Patambi. I completed my schooling from St. Paul's English Medium School. Yes. Then I graduated BBA from SNGS Government College, Patambi. Yes. I have a child. Yes. My childhood itself, I want to become a teacher. Yes. Then I love cooking. I love to do farming. Okay, I want to become financially independent. When I got the job, I think this is a big opportunity for me. Yes. Okay. Thanks, sir. Okay. Yes, anybody can ask any question to Nasreen. She is from Patambi and she has completed BBA. Okay. So, Nasreen, ഞാൻ ചോദിച്ചു തുടങ്ങുന്നു മാത്രമേ ഉള്ളൂ. Nasreen, your dream job is teaching. Yes. Yes, very good. Okay. So, ഏത് ക്ലാസ്സിൽ പഠിപ്പിക്കാനാണ് നസ്റിന്റെ ഉള്ളിലൊരു ആഗ്രഹം? കോളേജിലാണോ? Primary. 10th class. First standard primary class. Primary class ആണല്ലേ? Yes, very good. Yes. അപ്പൊ കാരണം എന്റെ മോളെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയതാണ്. അവൾക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, അവളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ അൻസി മാം എന്ന് പറയും. ഞാൻ ഇതുവരെ കണ്ടത് വെച്ചിട്ട് എനിക്ക് ഇഷ്ട ടീച്ചേഴ്സിനേക്കാളും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ആ ടീച്ചർ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് കുട്ടികളോട്. കുട്ടികൾക്ക് അതുപോലെ തിരിച്ച് ഭയങ്കര സ്നേഹമാണ്. ഇപ്പൊ ലാസ്റ്റ് അവർ LKG UKG കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുമ്പോൾ അവരാകെ കരച്ചിലായിരുന്നു. കരച്ചിലായിട്ട് ഒരാഴ്ച അവർ കരച്ചിലൊക്കെയായിട്ട് എല്ലാ കുട്ടികളും, ഇവിടെ മാത്രമല്ല ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കരഞ്ഞ് ആകെ പ്രശ്നമാക്കി. അവർക്ക് പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ടീച്ചർ തന്നെ വേണം. അങ്ങനെയൊക്കെ ആകെ ടീച്ചറും അങ്ങനെയാണ്, പേരൻസിനോടും അങ്ങനെ തന്നെയാണ്. നല്ല റിലേഷനാണ്, നല്ല ടീച്ചറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതുവരെയായിട്ടും എൻ്റെ ജീവിതത്തിൽ ടീച്ചറെ കണ്ടിട്ടില്ല. അതുപോലെ ടീച്ചറാവാനാണ് എനിക്കും ഇഷ്ടം. അപ്പൊ ആ ഇൻസ്പിറേഷൻ വന്ന സ്ഥലമാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഇഷ്ടം തോന്നുന്നത്? ഓക്കെ, കറക്റ്റ് ആണ്. ചെറിയ കുട്ടികളല്ലേ, അവർ കറക്റ്റ് ആയിട്ട് അവർ പറയാം. ചിലപ്പോ അന്ന് പനിയായിട്ട് പോയിട്ടുണ്ടാവില്ല. ഓക്കെ ഫാത്തിമ, കറക്റ്റ് ആണ്. ഓക്കെ, ചിലപ്പോ ഒരു പക്ഷേ ക്ലാസ്സിൽ പോയിട്ടുണ്ടാവില്ല, പക്ഷെ നിർബന്ധം പിടിക്കും എനിക്ക് ടീച്ചർ ഒന്ന് കാണണം. ഭാവിയിൽ നസ്റിനെ കുറിച്ചും കുട്ടികൾ പറയാനായിട്ട് ഇടപെടട്ടെ. ചിലപ്പോ ഒരു കാലഘട്ടം കഴിയുമ്പോൾ വേറൊരു സാറ്, ജോബ് സാറിന്റെ സ്ഥാനത്ത് വേറൊരു സാറായിരിക്കാം. അദ്ദേഹം അവിടെയുള്ള കുട്ടികളോട് ചോദിക്കും, ഓൺലൈനിൽ ചോദിക്കാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ്? പണ്ടത്തെ നഴ്സറി ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന നസ്റിൻ ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറെ അന്ന് അവർക്ക് 30 വയസ്സുണ്ടാവായിരിക്കും. അപ്പോഴും അവരൊരു ഓർമ്മ ഇപ്പോഴും ഉണ്ടാവില്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഇഷ്ടപ്പെട്ട അങ്ങോട്ടൊക്കെ വരാം. ഓക്കെ,
Nasrin, very good, very good, very good. Thanks, sir. Okay. Let us work together. Okay. Yes. Abo Nasrin കഴിഞ്ഞ പിന്നെ ആരാണ്? Hello, sir. Yes. അപ്പോ ആദ്യം നമുക്ക് ഞാൻ സിഞ്ചുവിലോട്ട് വരാം കേട്ടോ. അപ്പൊ സുഫൈജ. Yes, sir. Yes, sir. Yes, പറഞ്ഞോളൂ. My name is Fatima Sufeja. I am from Kasaragod district, Uduma. Yes. I am a housewife. I have a child, 10 years old, and I studied till +2 and currently working in an online tuition institute. Yes. Oh, very good, very good, very good. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ അപ്പൊ നമുക്ക് അറ്റത്തുനിന്ന് ഒരാളുണ്ട് കാസർഗോഡ്. അപ്പൊ കാസർഗോഡ് ജില്ലയെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണോ ചോദിക്കോ? കാസർഗോഡുമായി ബന്ധപ്പെട്ടതോ? യെസ്. എന്താണ് സുഫൈജ? Yes, sir. What is your opinion about the Kasaragod district? കാസർഗോഡ് ജില്ലയെ കുറിച്ചുള്ള സുഫൈജിയുടെ അഭിപ്രായം? കാസർഗോഡ് നല്ലൊരു സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. പിന്നെ ഞാൻ കാസർഗോഡ് മെയിൻ ടൗണിലാണ് എന്റെ വീട്. കല്യാണം കഴിഞ്ഞത് ഉദുമയിലോട്ടാണ്. ഹസ്ബൻഡിന്റെ വീടാണ് ഉദുമ. അപ്പോൾ ഞാൻ പഠിച്ചതെല്ലാം കാസർഗോഡ് മെയിൻ ടൗണിൽ തന്നെയാണ്. ദക്കിരത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയും. തളങ്കരയിലാണ്. മാലിക് ദിനാർ മസ്ജിദ് എല്ലാവരും ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. പ്രശസ്തമായ ഒരു മസ്ജിദാണത്. ഓക്കെ. അപ്പൊ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ തളങ്കരയിൽ തന്നെയാണ്. സാധാരണ ഇതിൽ കാസർഗോഡ് പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാംഗ്ലൂർ, മംഗലാപുരത്തേക്ക് പോകണം, ഒരു മെഡിക്കൽ ഫെസിലിറ്റീസോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോ സഫൈജ ടൗണിലായതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇപ്പൊ കാസർഗോഡ് പുതിയൊരു ഹോസ്പിറ്റൽ കൂടി വന്നിട്ടുണ്ട്, ആസ്റ്റിക് മിംസ്. അപ്പോ ഇപ്പൊ എല്ലാരും അതാണ് പ്രിഫർ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു എമർജൻസി ഒക്കെ വന്നാല് അവിടേക്കാണ് എല്ലാ ഡോക്ടേഴ്സും പ്രിഫർ ചെയ്യുന്നുള്ളത്. അപ്പൊ ഓക്കെ, ഏതൊക്കെ ക്ലാസ്സിലാണ് ട്യൂഷൻ എടുക്കുന്നത് സഫൈജ? ഞാന് 1 to 4th വരെ ഇതുവരെ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ ഫീൽഡിൽ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം കല്യാണം കഴിഞ്ഞ ഒരു 10 വർഷം വെറുതെ വീട്ടിലിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം ഞാന് ഫാഷൻ ഡിസൈൻ ചെയ്തു 1 വർഷം. പക്ഷെ അത് എനിക്ക് വലിയൊരു യൂസ്ഫുൾ ആയിട്ട് ഒന്നും തോന്നിയില്ല. കഴിഞ്ഞ നവംബറിൽ ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്, ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതില് പെട്ടെന്ന് ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഒരു 4-5 മാസം ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാനിപ്പോ ഇവിടെ എത്തിപ്പെട്ടത് തന്നെ, മോണ്ടിസറി എന്ന ഒരു കോഴ്സിലേക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനൊരു പേഴ്സണലായി ചോദിച്ചോട്ടെ? ഓക്കെ. ഇപ്പോഴല്ലേ ശരിക്കും സുഖമായിട്ട് ട്യൂഷൻ എടുത്തു തുടങ്ങിയപ്പോഴല്ലേ ശരിക്കും പഠിച്ചു തുടങ്ങിയത്? അതെ, ഞാന് ശരിക്കും പറഞ്ഞാല് +2 വരെ നന്നായിട്ട് പഠിച്ചിരുന്നു. പിന്നെ ലൈഫൊക്കെ ഫുള്ള് ഡല്ലായിരുന്നു. എന്താ വെറുതെ വീട്ടിലിരിക്കല്ലേ, മോളെ നോക്കി മാത്രം വീട്ടിലിരുന്നു. പിന്നെ ലൈഫൊക്കെ ബോറായി തുടങ്ങി, ഡിപ്രഷനൊക്കെ അടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫാഷൻ ഡിസൈനിലോട്ട് പോയത്. അവിടെ എനിക്ക് ഒന്നും സെറ്റായില്ല. പിന്നെ ഇതില് വെറുതെ ഫ്രീ കിട്ടുന്ന ടൈമില് കുട്ടികളെ പഠിപ്പിക്കാലോ എന്ന് വിചാരിച്ച ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നത് തന്നെ. അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അപ്പൊ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ആ കുട്ടിയെ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കാര്യമാണ്. നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ശരിക്കും ഒന്നുകൂടി പഠിക്കും. അപ്പൊ നമുക്ക് തോന്നും, ഇതേ ഇൻട്രസ്റ്റ് പണ്ട് പഠിക്കാൻ കാണിച്ചതെങ്കിൽ ഫുൾ A+ അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് ഒക്കെ എഴുതാനെ എന്ന് വിചാരിക്കും അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചിലപ്പോഴൊക്കെ നമുക്ക് ആവശ്യം എന്നുള്ളതൊന്ന് മാറിയിട്ട് അത് അത്യാവശ്യമായിട്ട് മാറും. അപ്പോഴാണ് നമ്മൾ സജീവമായിട്ട് ഇറങ്ങുന്നത്. ഫുള്ളായിട്ട് ഇറങ്ങുന്നത് അങ്ങനെയാണ്. ഓൺലൈനായിട്ട് എടുക്കുമ്പോ അതിന്റേതായ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത്. എന്റെ മോളെ കൂടാണ്ട് ആദ്യമായിട്ടാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത്, അത് ഓൺലൈനായിട്ട്. പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 1 കുട്ടി 2 കുട്ടി അങ്ങനെ ഒരു 6 കുട്ടികളെ ആയി ഇപ്പൊ ടോട്ടലായിട്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സുഖൈജ നടക്കട്ടെ. മറ്റുള്ളവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവണോട്ടോ. ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് സംഗതി എടുക്കാൻ പറ്റുമെന്ന് എടുക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ നെറ്റിപ്പെട്ടുണ്ടാക്കുന്ന ഒരു കേസ് പറഞ്ഞു. അപ്പോ അതുപോലെ റെഡിയാക്കി എടുക്കണം. ഓക്കെ. ഓക്കെ. സിഞ്ചു പറഞ്ഞോളൂ. സിഞ്ചു.
Good afternoon, all. My name is Sinju. I am from Angamali. I am a BTech holder. I am in a family of 6. My You are husband. from Angamali. I am from Angamali. Angamali. Yes. Angamali. I'm in a family of 6. My husband, I have 2 kids, and my parents, in-law parents are there. I'm a hardworking and a self-motivated person. Then now I'm joined this course to become financially independent, and want a job in a teaching profession. That's all. Yes. In my college times, I used to play volleyball. And normally I spend my leisure time by cooking and listening music, watching. I love to watch movies. That's all. No Yes. special talent and all. Yes. Are you a volleyball player? I'm a volleyball player. I used to play in college times. After that, I didn't play because here it is. I completed my BTech from Bangalore. My papa, he's an army man, so that's why in that I spent my childhood and all in Kotte, means in that in army campus. So we are used to play like this type of games. Okay. That's all. ഇത് ഒരു സ്കോപ്പുള്ള സംഗതിയാണ് നമ്മൾ വോളിബോൾ കളിച്ചു കഴിഞ്ഞാൽ We can spend. ഒരുപാട് ജോലി കിട്ടിയിട്ടുണ്ട്. IM വിജയൻ തന്നെ പറയുന്നില്ലേ, അവിടെ ഫുട്ബോൾ മാച്ച് നടക്കുമ്പോ അതിന്റെ ഇടയിൽ സോഡ വിറ്റ് നടന്ന ഒരാളാണ് ഞാൻ. IM വിജയൻ എവിടെ? യെസ്. അപ്പൊ ഇതിന്റെ അകത്ത് സ്പോർട്സ് ഐറ്റംസ്. ഓക്കെ, കണ്ടിന്യൂ. അപ്പൊ കുഴപ്പമില്ല. Now latest to be announced as a teacher. Okay. Thank you. Okay. Anybody can ask any question? Sinju. Hi, sir. Amala. Okay. ഒരു മിനിറ്റ്. സിഞ്ചുനോട് നിങ്ങൾ ചോദിക്കാം. യെസ്. അപ്പൊ ആരും ധൈര്യപ്പെടുന്നില്ല ചോദ്യങ്ങൾ ചോദിക്കാൻ. എന്തുകൊണ്ടാണ് ഈ കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്? ഞാനൊരു ബിടെക് ആണ് പഠിച്ചത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ്, ഐ ഡു സോ മെനി ജോബ്സ് ഐ ഡിഡ്. ബട്ട് ആഫ്റ്റർ ഹാവിങ് കിഡ്സ് ദർ ഇസ് നോ വൺ ദർ ടു ടേക്ക് എന്ന് വെച്ചാൽ അവരെ ടേക്ക് കെയർ ചെയ്യാൻ ആരും ഉണ്ടായില്ല. അപ്പം പിന്നെ എൻ്റെ മോൾക്ക് ചെറിയ മെഡിക്കലായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അവൾ ചെറുതായിരുന്നു. ഇപ്പൊ നൗ ഷീസ് ഓക്കെ, ഷീസ് ഗോയിങ് ടു സ്കൂൾ, നൗ ഷീസ് ഇൻ 8th സ്റ്റാൻഡേർഡ്. അപ്പോൾ എനിക്ക് അവളെ കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടിയും പിന്നെ ചെറുതൊരു മോനായിരുന്നു. അങ്ങനെ ടൈം എനിക്ക് എൻ്റെ കരിയറിലോ ജോബിലോ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഫ്രീ ആയി. ഐ വാണ്ട് ടു ഡു സംതിങ്. ദാറ്റ്സ് ഓൾ. വെരി ഗുഡ്. നമുക്ക് ലേറ്റസ്റ്റ് ട്രൈ ചെയ്തത് ഒരു പിക്ചർ നോക്കിയാ. ഓക്കെ. അമല. Yes, sir. Yes, sorry, Amala. My name is Amala. I have completed +2. I am married and I am from Karunagapalli. My hobby is listening to music. I am a sincere, hardworking and friendly person. I enjoy learning new things and improving my skills. Thank you. Yes, ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന. Learning new things, listening music. Yes, hard working. Yes, okay. Anybody can ask any doubt? And you are from Kollam district. Amala? Yes, sir. Kollam ജില്ലയിലെ കൊല്ലം കരുനാഗപ്പള്ളി. യെസ്, കൊല്ലം കരുനാഗപ്പള്ളി. സാധാരണ കൊല്ലത്തുകാരെ കുറിച്ച് പറയുന്നത് അവര് വളരെ കഠിനാധ്വാനികളാണെന്നാണ്. ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ പുറകിലൂടെ അവർ പോകും, കഷ്ടപ്പെടും. ശരിയാണോ? കൊല്ലംകാരൻ ശരിയാണോ? അറിയില്ല. യെസ്. അപ്പൊ ഐ ആം ഹാർഡ് വർക്കിംഗ് ആൻഡ് സെൽഫ് മോട്ടിവേറ്റഡ് ഒക്കെ പറഞ്ഞില്ലേ, അത് ഉപയോഗിച്ചാണ്. യെസ്. Good afternoon, sir. Hello, sir. ഓക്കെ. ഒരു മിനിറ്റ് ഞാൻ വന്നേക്കാം. അപ്പൊ അമല,
ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തോട്ട് പോയത്. ആൻസി പറഞ്ഞോളൂ. ആൻസി കഴിഞ്ഞാല് അമൃതയിലോട്ട് വരാം. Good afternoon, sir. Yes, good afternoon. I am Ansia. I am from Kollam. I am completed my degree. I have one child. She has 3.5 years. In my childhood dream is teaching. I am Yes. also experienced in accounting field. I am completed in degree. Thank you. Okay, very good, very good, very good. എന്തെങ്കിലും ചോദ്യങ്ങൾ ആൻസിയോട്? അപ്പൊ ആൻസി അതിനോടൊപ്പം തന്നെ അമലേ കൊല്ലംകാരാണ്. അപ്പൊ എന്റെ ഒരു ഓർമ്മയുണ്ടാവണേ, നിങ്ങൾ തമ്മിൽ പിന്നീട് കോണ്ടാക്ട് ചെയ്താൽ മതി. യെസ്, കൊല്ലത്ത് എവിടെയാണ് ആൻസി? കൊല്ലത്ത് എവിടെയാണ് ആൻസിയ? കൊല്ലത്ത് എവിടെയാണ്? കൊല്ലം കടയ്ക്കൽ. കൊല്ലം കടയ്ക്കൽ. യെസ്, കടയ്ക്കൽ. യെസ്, ഓക്കെ ഓക്കെ. ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് My hobby is listening music. Listening and singing music. Am I right? Singing ഇല്ല, music listen to. Yes. Okay, 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 okay. കൊല്ലം കടയ്ക്കൽ. യെസ്, കടയ്ക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയോടുകൂടി വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് അല്ലെ കടയ്ക്കൽ. യെസ്, കടയ്ക്കൽ, ചോഴിയക്കോട് അല്ലെ, പിന്നെന്താണ് അപ്പുറത്ത് വേറെ സ്ഥലം? മടത്തറ, കൊളത്തൂപ്പുഴ. കൊളത്തൂപ്പുഴ. യെസ് 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 യെസ്. ഓക്കെ 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 ഓക്കെ. ഐ നോ ദാറ്റ് പ്ലീസ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, പറഞ്ഞോളൂ അപ്പുറത്ത. Hi, sir. Good afternoon. Sir. Yes. Good afternoon, all. Yes, പറഞ്ഞോളൂ. Good afternoon, sir. Yes, good afternoon. My name is Amrita. I am coming from Kattakambal in Thrissur district. I have 3 children. My husband is an interior designer. My qualification is +2. I couldn't complete my degree. My daughter just completed 10th with full A+. My boys are in 7th standard and 3rd standard. I have interested to dancing, hearing music, gardening, stitching, and craft work. I had a dream to be a teacher since my childhood, and I am happy to be here. Yes, oh, very good, very good. Nice ആയിട്ട് പറഞ്ഞു. അപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനം കുട്ടി അറിയിച്ചത് കേട്ടോ. Okay, sir. എല്ലാ ഫെസിലിറ്റി ആൾക്ക് ഞങ്ങളുടെ എന്താ പറയാ MT23 വകയുള്ള അഭിനന്ദനങ്ങൾ. ഓക്കെ. And you told that your dream to become a teacher since childhood. Since childhood വരാനാണ്. Sir? Since childhood ഓടി അന്ന് വരാൻ, ചൈൽഡ്ഹുഡ് ഓടി അങ്ങനെ വരാനെന്താ കാരണം? ഇടയ്ക്ക് വെച്ച് ഒന്നല്ല, വളരെ കുട്ടിക്കാലം. 10th കഴിഞ്ഞപ്പോഴെനിക്ക് ടിടിക്കൊക്കെ കിട്ടിയതാണ്. പക്ഷെ ഫാദറിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല ടിടി ആ ഫീൽഡിൽ പോവാനായിട്ട്. അച്ഛന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു താല്പര്യം. പക്ഷെ എനിക്കത് ഉണ്ടായിരുന്നില്ല. നേരത്തെ നിന്ന മൂഡിലൊന്നും നിന്നേ അത് കറക്റ്റ് ആയിട്ട്. പക്ഷെ ഞാൻ BCA ചേർന്നു. അപ്പൊ BCA ചേർന്ന് സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് മാരേജ് കഴിഞ്ഞത്. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു കുറച്ചായി ഞാൻ അന്വേഷിക്കുന്നു മോണ്ടിസോറിയുടെ ടീച്ചിങ് ഇതിനെ പറ്റിയിട്ട്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നപ്പോ അതാണ് തോന്നിയിട്ട് വന്നതാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പൊ ഒരു പഴയ ഒരു ആഗ്രഹത്തെ പൊടി തട്ടിങ്ങനെ എടുത്താണ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കുഴപ്പമൊന്നുമില്ല. ഒരു പകുതി കോഴ്സൊക്കെ ആകുമ്പോഴേക്കും എല്ലാ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇഷ്ടം പോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുള്ള സ്ഥലമല്ലേ? എല്ലാവരും ഒരുപാട് സ്കൂളുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി അവിടെ വന്നിട്ട് അത് ലുലുവിന്റെ ഒരു ഗ്രൂപ്പ് സ്കൂളിൽ ജോലി കിട്ടിയത്. അപ്പൊ അത് പറഞ്ഞു ഷീസ് ഹാവിംഗ് above 50,000. 50,000 ഇവിടെ മുകളിലാണ് ആ കുട്ടിക്ക് സാധാരണ. അത് ഇന്റർനാഷണൽ സ്കൂളിലോട്ട് പോയി. യെസ്,
കാരണം ചെറിയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ അത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ നല്ല കൊടുക്കുന്നുണ്ട്. യെസ്. അപ്പൊ ഓക്കെ അമൃത, വെരി ഗുഡ് വെരി ഗുഡ്. നമ്മളെ കൂടി ഒരുമിച്ച് ഓക്കെ. പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ അബിത പറയൂ. അബിത കഴിഞ്ഞതിന് ശേഷം ഞാൻ സഫറിലോട്ട് വരട്ടെ. പറഞ്ഞോളൂ അബിത. Sir, I am Abida from Edathiruthi at Thrissur district. I completed degree BCom and DTP course. I am married, but I have no children. Now I am work at home tuition teacher. I like to teach this profession, so I can choose this Montessori course. അപ്പോ നേരത്തെ നമ്മുടെ കാസർഗോഡ് ഒരു ടീച്ചർ വന്നിരുന്നു. അടുത്ത ടീച്ചർ വന്ന് നോക്കി. ഏത് സ്റ്റാൻഡേർഡിലാണ് അബിത പഠിപ്പിക്കുന്നത്? I can study at LKG to 4th to 6th standard. 4 to 6. Okay. Yes, very good. ഏത് സബ്ജക്റ്റ് ആണ് അബിതക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ഇഷ്ടം? എനിക്കിഷ്ടം I like to basic science. Basic science. EVS ഒക്കെ ഇഷ്ടമാണ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അപ്പോ you told that you passed BCom, but you like basic science. BCom എന്ന് പറയുമ്പോൾ അക്കൗണ്ടൻസി, കൊമേഴ്സ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നേച്ചർ ആയിട്ട് കൂടുതൽ ഇഷ്ടമാണ്. നേച്ചർ അങ്ങനെ നേച്ചർ, പ്ലാന്റ്സ്, അനിമൽസ് അങ്ങനെയൊക്കെ കൂടുതൽ അങ്ങനെയൊക്കെ. അപ്പൊ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ് അബിതക്ക് ഇഷ്ടമല്ലേ? വെരി ഗുഡ്. യെസ്. ഇനി ആർക്കാണ് അബിതയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്? അപ്പൊ ഓക്കെ അബിത, നോ പ്രോബ്ലം. എന്താ പറയാ, ഭാവിയിലും ഒരു ടീച്ചറായിട്ട് മാറട്ടെ. ഓക്കെ. വെരി ഗുഡ്. പറഞ്ഞോളൂ സഫന. Good afternoon, sir. Yes, good afternoon. I am Safna. I am from Patadam in Alua. Yes. I am married. I have 2 children. My daughter studied in 3rd standard, and now I am a newborn mother. My baby have only 3 months. Yes. I am graduated in BCom. Yeah, that was. Yes. Hobbies ഒന്നും പറഞ്ഞില്ല. My main hobbies, I like to badminton. I play badminton in free time with my husband, my friends. Yes. അതൊരു പ്രൊഫഷൻ ആയിട്ട് എടുത്തിട്ടില്ല അല്ലേ? ഇഷ്ടമായിരുന്നു, പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് അന്നൊന്നും അതിനുള്ള ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ബോധം വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിലൊരു കാര്യം നമ്മൾ തീരുമാനിച്ചത്, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ബോധപൂർവ്വം ക്ലീൻ ആയിട്ട് കൃത്യമായിട്ട്. എന്റെ കുട്ടിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആളിപ്പോഴേ വോളിബോൾ ആ ഒരു ഫീൽഡിലേക്ക് ഇറക്കി. ആൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആൾക്ക് നമുക്ക് ഒരു ഇതുള്ളതുകൊണ്ടിട്ട് കൊച്ചുങ്ങളെ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏലൂര് മുപ്പത്തിടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വോളിബോളിന്റെ കേന്ദ്രമായിട്ട് ഒരു കാലഘട്ടത്തിൽ ഏലൂര് മുപ്പത്തിടം. ആക്ച്വലി എനിക്ക് മറ്റേ സെൻട്രൽ ഗവൺമെന്റ് CISF എക്സാം എല്ലാം ഞാൻ പാസ്സായി. എനിക്കത് അവസാനം വരെ കിട്ടിയതായിരുന്നു. പക്ഷെ മെഡിക്കലിൽ എന്റെ ഐ വിഷന്റെ ഒരു 0.4 വ്യത്യാസം കൊണ്ടാണ് എനിക്ക് ആ ജോബ് പോയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, ഭയങ്കര സങ്കടം. കാര്യം ഞാൻ അത്ര അതിനുവേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോബ് എനിക്ക് പിന്നെ അത്രക്കങ്ങ് ഞാൻ മടുത്തു പോയി എന്നുള്ള അവസ്ഥയായി പോയി. കാരണം ഞാൻ അത്രയും ഒരുപാട് കാലം കഷ്ടപ്പെട്ട് അതുവരെ എത്തിയതായിരുന്നു. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. എനിക്കത് മനസ്സിലാവും. കാരണം ഞാനും കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് പിന്നീട് അതിന്റെ പറയാം. അപ്പോ ചിലപ്പോ ഒരു ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ റിജക്ട് ചെയ്യപ്പെടും, വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ. ഓക്കെ, അത് പേടിക്കേണ്ട സ്വപ്നമാണ്. ഇനി ഏതായാലും നമ്മൾ സ്വപ്നം കണ്ടതിലോട്ട് നമ്മുടെ മക്കളെത്തുക. വെരി ഗുഡ്. നേരത്തെ ഒരാൾ വോളിബോളിന്റെ ഒരാൾ വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ
നോക്കുമ്പോ സഫ്നയുടെ കുട്ടികൾ അങ്ങനെ വരുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, എന്റെ വീട്ടിൽ എത്ര വന്നിട്ട് പേര് ഇതേപോലെ നന്നായിട്ട് പൊളി കളിക്കുന്നുണ്ട്. അവരിപ്പോ നല്ല ഉയർന്ന പോസ്റ്റിലാണ് ജോലി ചെയ്ത്. കേരളത്തിന് പുറത്തുനിന്ന് മാത്രമേ വല്ലപ്പോഴൊക്കെ വരുള്ളൂ. യെസ്, വെരി ഗുഡ്. ഓക്കെ സഫ്ന, നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ശരി. ഓക്കെ, ഇനി ആരാണ്? സഫന കഴിഞ്ഞിട്ട് ഞാൻ സ്ത്രീയിലോട്ട് വരട്ടെ. സനില കഴിഞ്ഞിട്ട് ഞാൻ സ്ത്രീയിലോട്ട് വരട്ടെ. ഒരു മിനിറ്റ്. സനില പറഞ്ഞോളൂ. Good afternoon, sir. Yes, good afternoon. My name is Sanila. I am coming from Kallepuli, Palakkad district. Yes. I am completed PG MA Malayalam. Yes. My hobby is singing and cooking, reading. Yes. My ambition, good teacher. To become a teacher. Yes. Yes. Thank you. Oh, thank you. Yes. എന്തുകൊണ്ടാണ് മലയാളം എടുത്തത്? ലിറ്ററേച്ചർ മലയാളത്തിലുള്ള ഇഷ്ടം കൊണ്ടാണോ അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മലയാളം എടുത്തതാണ്? അങ്ങനെയല്ല, മലയാളം ഇഷ്ടമാണ്. ഞാൻ കവിതയൊക്കെ ചൊല്ലും. അപ്പൊ എനിക്ക് മലയാളം പഠിക്കാനൊരു ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ എടുത്താണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. പിന്നെ ഈ കുക്കിംഗ് ആണ് ഹോബി എന്ന് പറഞ്ഞു. കുക്കിങ്ങില് ഈ അടുത്ത കാലത്ത് പരീക്ഷിച്ച സംഗതി എന്താണ്? ഞാന് അങ്ങനെ പരീക്ഷിക്കുക പറഞ്ഞ ബിരിയാണി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വെക്കും. ഫോൺ നോക്കിയിട്ട് അങ്ങനെ ഓരോരോ വെറൈറ്റി ഇങ്ങനെ വെക്കും. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആവാൻ ഈ കുക്കിങ്ങിന്റെ കാര്യത്തിൽ സ്പെഷ്യലൈസ്ഡ് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്? അങ്ങനെയില്ല, ഓരോന്നോരോന്ന് ചെയ്തു കൊടുക്കും. വെറൈറ്റി ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കും. ഒരു കവിത ചൊല്ലാവോ? ഒരു കവിത ചൊല്ലാവോ? കവിത ചൊല്ലാം. NN കക്കാടിന്റെ സഫലമീ യാത്ര എന്ന് പറയുന്ന ഒരു കവിത ചൊല്ലാം. എന്താ പറയാ, വിഷു വരും, ഓണം വരും, അങ്ങനെയുള്ള അതെ അതെ അതെ. ആർദ്രമീതനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി. ആർദ്രമീതനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി. ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽപ്പൂ. ആർദ്രമീതനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി. സാർ, അത് കഴിഞ്ഞിട്ട് നിറയുണ്ട്. സാറ് പറഞ്ഞ ആ വരിയിലേക്ക് വരാം. കാലമിനിയുമുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെയോരോ തളിരിലും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമിക്കുറി ആർദ്രേ ശാന്തനായി സൗമ്യമായി വരവേൽക്കാം. വരുക സഖി, അരികത്തു ചേർന്നു നിൽക്കാം. കഴിഞ്ഞു സാർ. സനിലയുടെ ശബ്ദത്തിന് നല്ലൊരു പ്രത്യേകതയുണ്ട്. താങ്ക് യു സാർ. ഇത് വളരെ ടച്ചിങ് ആയിട്ടുള്ള വരികളൊക്കെ പാടുമ്പോ നന്നായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ വനജ? ആം ഐ റൈറ്റ്? ശരിയല്ലേ വനജ? താങ്ക് യു സാർ. ഓക്കെ, 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 നന്നായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. താങ്ക് യു സാർ. യെസ്. അപ്പൊ ഇനി എന്തെങ്കിലും സനില നോക്കി ഓരോരുത്തരുടെ ടാലന്റ് ഒക്കെ വരവുന്നുണ്ടോ? യെസ്. ഓക്കെ, എന്നെ കക്കാട് ഞാൻ ശ്രദ്ധിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള കവിയാണ്. യെസ്. ഓക്കെ. പണ്ട് കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ചത് ടീച്ചർ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. രാത്രിയാവുമ്പോ ഭാര്യനെ വിളിച്ചിട്ട് കക്കാട് പറയും, നീ ആകാശത്തേക്ക് നോക്കി, ആകാശത്ത് ഒരു തേങ്ങയുടെ കൂട് കാണാം എന്ന് പറയും. അപ്പൊ ഭാര്യ ആകാശത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോ തേങ്ങയുടെ കൂട് നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ എന്നെ പറയും, ചന്ദ്രനെ കാണിച്ചിട്ട് കക്കാട് പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഭാര്യ എന്ന് പറയും, തനിക്ക് വട്ടാണ്, ഈ പാതിരാക്കും ഇത് നോക്കി നിൽക്കാനാണത്. യെസ്.
നമുക്കേ ഇത് സാധാരണക്കാരനും അതല്ലാതെ ഒരു കവിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. ഒരു ചെറിയൊരു പുഴ, ചെറിയ ചെറിയ ഓളങ്ങളുള്ള പുഴ, അതിങ്ങനെ ചെറിയ ഓളങ്ങളായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടരികത്ത് ഒരു മരം നിൽപ്പുണ്ട്. ആ മരം വെള്ളത്തിലേക്ക് പയ്യെ ചാഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ വെള്ളത്തിൽ മുട്ടിയിട്ടില്ല. ഒരു കമ്പ് മാത്രം വെള്ളത്തിൽ മുട്ടിയിട്ടുണ്ട്. ആ ഒരു കമ്പ് വെള്ളത്തിൽ മുട്ടിയിട്ടുണ്ട്. പയ്യെ പയ്യെ ആ ഓളത്തിനനുസരിച്ച് ഈ വെള്ളത്തിൽ മുട്ടിയിരിക്കുന്ന കമ്പ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പുഴ കാണുന്നു നിങ്ങൾ മനസ്സിൽ, ചെറിയ ഓളങ്ങൾ കാണുന്നു, തൊട്ടരികത്ത് ഒരു മരം കാണുന്നു. ആ മരത്തിൽ നിന്ന് ഒരു വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. ഒരു കമ്പ് മാത്രം വെള്ളത്തിൽ മുട്ടിയിട്ടിട്ട് അതിങ്ങനെ പയ്യെ അനങ്ങിക്കൊണ്ടിരിക്കുന്നു. കവി എന്നതുകൊണ്ട് പറയും, ആ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി കാണിക്കുന്ന കുസൃതിയാണ് അതിലെ ഓരോ ഓളങ്ങൾ. ആ മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അമ്മയാണ്. ആ അമ്മ മകൻ കുസൃതി കാണിച്ചപ്പോ ഒരു കൈ കൊണ്ട് തോളത്ത് തട്ടി മിണ്ടാതിരിക്കട എന്ന് പറഞ്ഞ് തട്ടുന്നതാണ് ആ ഒരു കമ്പ് മാത്രം കിട്ടുന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെയാണല്ലോ, അങ്ങനെ ചിന്തിക്കാലോ. പക്ഷെ നമുക്കിത് ആദ്യം തോന്നുന്നത്. അതാണ് സാധാരണക്കാരനും എഴുത്തുകാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീ ജ്യോതി പറഞ്ഞോളൂ. ശ്രീ ജ്യോതി. Sir, good afternoon, sir. Yes, good afternoon. First of all, thank you for giving me the opportunity to introduce myself. Oh, very good. I am Sri Jyoti. I am from Kollam Kundra. I did my degree in BCom and I also did PGDCA, and I am interested in fashion designing. So I did a diploma in fashion designing. I am married and my husband worked in a private firm. I have 2 children. My elder kid was 8 years old and my kid was 4 years old. My elder kid is a boy and my younger one is a girl. Then after my degree and all, I worked as an accountant for 3 years. Then after my marriage, I resigned my job. After my kid, first kid, when he turns for 1 year, I then went to a job, and then for 2 years, then due to Corona, I resigned the job because I have a little child, so I resigned the job. Then now I am a housewife. Then my second baby was born. Then I didn't go for any job. Now I am a housewife. Now they are studying in a CBC school. Their school was go through the Montessori method. I like the way the teachers teach them. I am interested to teach the way to my children. That's why I joined the Montessori class. Thank you. Oh, very good, very good, very good, very good. Okay. So fashion designing നിന്നാണ് ശ്രീ ജ്യോതി എങ്ങോട്ട് വരുന്നത്? മോണ്ടിസോറിയിലോട്ട് വരുന്നത്. Yes, sir. Yes, yes. അപ്പൊ ഈ ഫാഷൻ ഡിസൈനിങ്ങിലോട്ട് ആദ്യം അങ്ങനെ വരാനുണ്ടായ അല്ലെങ്കിൽ ആ ഒരു തോട്ട് വരാനുണ്ടായ ഒരു കാരണം എന്താണ്? ഇൻസ്പിറേഷൻ. I like embroidery works. Yes. Embroidery works and stitching. Yes. And jewelry making. I did I did it for some time. Then I go for jobs, and after my kids, I didn't have time for fashion designing. Oh, very good, very good, very good, very good. Yes. നല്ല എന്താ പറയാ പവർഫുൾ ആയ സൗണ്ട് ആണ്. യെസ്. അപ്പൊ ജീവിതത്തിൽ വിജയിക്കട്ടെ ശ്രീ ജ്യോതി. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്. യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. Who is coming next? Good afternoon, sir. Good afternoon, Yes, sir. Alisha. Alisha കഴിഞ്ഞ സന്ധിയിലോട്ട് വരാം. Yes, Alisha പറഞ്ഞു. First of all, thank you so much for this opportunity to introduce myself. And I am Yes. Alisha. I'm from Kangada. It's a village in Kottayam district. And I am a B English graduate. And I belong to a nuclear family. My family consists of 3 members, me and my parents. And now I am married and moved to Pathanamthitta district. And my husband is in abroad. And I'm interested in doing artworks like drawing,
painting and craft work. And I'm like to learning new skills, so that I just joined in this Montessori course to Yes. improve my career. So that's all about me. Thank you. One second. Okay, Alicia, anybody can ask any question to Alicia? And she is an English literature graduate. Yes, Alicia, what is your dream job? Yes, my goal is to achieve a job to follow my passion. Yes, to follow your passion. Very good, Yes. very good, very good. Yes. If Then, we are doing something what was interested, that was yes. into our career and our own self. Okay, very good, very good. Study new things, learn new things. Okay, Alicia, very good, very good, very good. Thank you, sir. Yes, Sandhya, Pandola Sandhya. Good afternoon, sir. Yes, good afternoon. I am Sandhya. I am from Kotarikara in Kollam district. I am a housewife. My husband is a teacher. I have 2 children. I Yes. take tuition to kids. I can't become anything due to my family situation. Now I Yes. think this is the time to become something. So I choose this way. Yes. Thank you, sir. Okay, വളരെ determination ഉണ്ട് സന്ധ്യയുടെ തീരുമാനത്തിന്. Because of the family situation, I can become that thing. Now this is the time to select the course successfully in your life. Okay, Sandhya, don't worry. Yes. അല്പം ലേറ്റ് ആണെങ്കിൽ തീരുമാനം എടുത്തതല്ലേ, മുന്നോട്ട് പോകാം. Yes, don't worry. ഓക്കെ, അപ്പോ സന്ധ്യയുടെ ഇഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞില്ല, പാഷനെ കുറിച്ച് പറഞ്ഞില്ല. I like teaching, sir. ടീച്ചിങ് ആണ്, പഠിപ്പിക്കാന്നുള്ളതാണ് ഇഷ്ടം അല്ലേ? യെസ്. അപ്പൊ നോക്കി, സന്ധ്യയും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ഇപ്പൊ മൂന്നാമത്തെ ആളായിട്ടാണ്, ഒരു മൂന്നാമത്തെ ആളായി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് സന്ധ്യ, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ ഒരാൾ കൂടി പറയാട്ടോ. Good afternoon, sir. Hi, sir. അഖില, പറഞ്ഞോളൂ അഖില. അഖില കഴിഞ്ഞതിന് ശേഷം സ്റ്റെഫിലോട്ട് വരാം. ഡോണ്ട് വറി. യെസ്, അഖില പറയും. Good afternoon, sir. യെസ്, അഖില പറഞ്ഞോളൂ അഖില. My name is Akhila. I am coming from Kollam Kadakal. I'm getting married. I have 2 children. My husband's job is two-wheeler mechanic. Presently, I am tuition teacher. Then I study in Montessori TTC. Yes. Thank you, And sir. എവിടെ വരെ പഠിച്ചു അഖില? I am studying in BA History. Complete BA History. BA History. Yes. BA History. അപ്പൊ നമ്മൾ നേരത്തെ കൊല്ലം കടക്കലിൽ നിന്ന് ഒരു ആൻസി ഉണ്ടായിരുന്നു. ആൻസിയുടെ വീടിന്റെ അടുത്താണോ അഖിലയുടെ വീട്? ആൻസി വീട് എനിക്ക് അറിയില്ല, കൊല്ലം കടക്കലാണ് ഞാനും. യെസ്. ആൻസി ഈ ഒരാളെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും വെച്ച്? ഇല്ലല്ലേ? ഇല്ല. ഓക്കെ ഓക്കെ, ആൻസി പോയില്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ യു ആർ ടീച്ചിങ് സ്റ്റുഡൻസ്. ഓക്കെ അഖില? Yes, sir. യെസ്. ഏതൊക്കെ സ്റ്റാൻഡേർഡിലാണ് പഠിപ്പിക്കുന്നത്? KG section to 5th standard. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അഖില സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഖിലയുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ആരായിരുന്നു? Who was your favorite teacher? Favorite teacher, Uma teacher. Uma teacher. Which subject did she teach you? Social science. Social science. Okay, okay, okay. Yes. Very good, very good. And your favorite subject is? My favorite subject is social science. അങ്ങനെ തന്നെ വരുള്ളൂ. ടീച്ചറിനോടുള്ള ഇഷ്ടമായിരിക്കും സോഷ്യൽ സയൻസിലേക്ക് എത്തിയത് അല്ലേ? അതുകൊണ്ടാണ് BA ഹിസ്റ്ററി അതുകൊണ്ടായിരുന്നു. BA ഹിസ്റ്ററി ആണ്. യെസ്. ഹിസ്റ്ററിയിൽ ഏതായിരുന്നു? ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി? അല്ല, ഞങ്ങൾക്ക് ആദ്യം കേരള ഹിസ്റ്ററി ആയിരുന്നു. പിന്നെ 3rd സെമ്മില് മെയിൻ ആയിട്ട് ഹിസ്റ്ററി പഠിക്കണമായിരുന്നു, നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഉൾപ്പെടെ. Yes. Okay.
History is the record of past events. Yes, sir. Very good. History is the record of past events. അപ്പോൾ നമുക്ക് സമയമായതുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സോടെ നമുക്ക് പയ്യെ ക്ലാസ് എടുത്ത് നമുക്ക് ആരംഭിക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് സമയം നമുക്ക് പരിചയപ്പെടാനുള്ള ബാക്കി നമുക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. സാർ പറഞ്ഞോളൂ. സാർ കോളങ്ങ് കട്ടായി പോയായിരുന്നു. സാർ എന്തെങ്കിലും ചോദിച്ചിരുന്നോ എന്നോട്? സന്ധ്യ അല്ലേ? യെസ്, സന്ധ്യ പറഞ്ഞത് വളരെ നല്ല ഡിറ്റർമിനേഷൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സന്ധ്യ പറഞ്ഞില്ലേ എനിക്ക് ജീവിത സാഹചര്യം കൊണ്ട് വിചാരിച്ച പോലെയാണ് വരാൻ പറ്റില്ല, ഇപ്പോഴാണ് അതിനെ പറ്റി സമയം കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു ഡിറ്റർമിനേഷൻ ഞാൻ എടുത്തു. ഓക്കെ, ആ നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 31 പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 31 പേര് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇനി നമുക്ക് പയ്യെ പയ്യെ ക്ലാസിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിന്റെ ഉൾപ്പെടുത്തി നമുക്ക് പോവാം. യെസ്, അപ്പൊ സ്റ്റെപ്പി പേടിക്കേണ്ട. അടുത്ത അഖിലിപ്പോ പറഞ്ഞു. യെസ്, സോ we will meet in the next class. Till then, bye. Sign out and proceed. Yes, with your permission, we will meet in the next class. Till then, bye. കറണ്ട് പോയിക്കായിരുന്നു ഇപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. വൈഷ്ണവി. Yes. No problem. Yes. 10 മിനിറ്റ് കറണ്ട് പോയി. കറണ്ട് പോയല്ലേ? യെസ്, ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, സൈറ്റ് ഔട്ട് പറയട്ടെ. താങ്ക് യു സർ. സൈറ്റ് ഔട്ട് ആരാണ്? ഞാൻ പറയാം, വൈഷ്ണവി. യെസ്, പറഞ്ഞു. Thank you everyone for your attention and participation. I hope you enjoyed today's class and learned something new. Have a great day. Thank you. Okay. Very good, Vaishnavi. Very good. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.